നമസ്കാരം. കുരങ്ങിനെ മരം കയറാൻ വിടണം, മീനിനെ നീന്താൻ വിടണം. ശരിക്ക് നമ്മുടെ സ്ഥാപനത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നേരെ തിരിച്ചല്ലേ സംഭവിക്കുന്നത്. മീനിനെ മരം കയറാൻ പഠിപ്പിക്കുകയും കുരങ്ങിനെ നീന്താൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ശ്രമം നമ്മൾ നടത്തുന്നില്ലേ? നമ്മൾ ഇതിനർത്ഥം ഉദ്ദേശിക്കുന്നത്, നമ്മൾ യഥാർത്ഥത്തിൽ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതും യോജിച്ചതും അവരുടെ ടാലൻറ്റും അനുസരിച്ചുള്ള സംഗതിക്ക് ഏർപ്പാട് ചെയ്താൽ അവർ ഉഷാറാവും. ചില കുട്ടികളുണ്ട്, പഠിക്കാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവരുടെ മേഖലയിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ചിലപ്പം മെക്കാനിക്കൽ ഫീൽഡായിരിക്കും ചിലർക്ക് ഇഷ്ടം, ചിലർക്ക് വേറെന്തെങ്കിലും ഫീൽഡായിരിക്കും ഇഷ്ടം, കരകൗശല വിദ്യ പഠിക്കാനായിരിക്കും, ചിലപ്പോൾ പാട്ട് പാടാനായിരിക്കും അവർക്ക് താല്പര്യം, അല്ലേ? പക്ഷെ അവരെയൊക്കെ പിടിച്ച് നമ്മൾ വേറെന്തെങ്കിലും ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി നമ്മൾ ചെയ്യുന്ന സമയത്ത് അവരുടെ ജീവിതം തന്നെ താറുമാറാകുകയാണ്. നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് അക്കൗണ്ടിങ് ആയിരിക്കും താല്പര്യം, അക്കൗണ്ടിങ് മേഖല ചെയ്യാനായിരിക്കും താല്പര്യം. അവരെ പിടിച്ച് നമ്മൾ സെയിൽസിലേക്ക് ഇടാൻ ശ്രമിക്കും. എന്താ സംഭവിക്കുക? സംഭവിക്കുന്നത് അവർക്ക് അവിടെ ശോഭിക്കാൻ പറ്റില്ല, അവർക്ക് താല്പര്യമില്ല, അവർക്ക് ഇഷ്ടമില്ല ചെയ്യാൻ. എന്നുവെച്ച് അവർക്ക് അക്കൗണ്ടിങ് മേഖലയിൽ കൊണ്ടിടുക, അവർക്ക് അതിൻ്റെ എല്ലാ സൗകര്യം ചെയ്ത് കൊടുത്തുകൊണ്ട് അവർക്ക് ആ മേഖലയിൽ ചെയ്യാൻ വിട്ടാൽ അതിലവർ ഭയങ്കര അഗ്രഗണ്യമായിട്ട് മാറും, അവരതിൽ എക്സ്പേർട്ടായി മാറും, അതിൽ മാസ്റ്റേഴ്സായി മാറും. അതേപോലെ തന്നെ മാർക്കറ്റിംഗ് താല്പര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുള്ള വ്യക്തികളുണ്ടാവും, അല്ലേ? അപ്പോൾ അത് തിരിച്ച് ചെയ്താലോ അവിടെയും വിഷയങ്ങൾ വരും. അപ്പോൾ ഈ തരത്തിൽ ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളിൽ ഒരുപാട് ആൾക്കാരെയും കാണും. ചില ആൾക്കാരുണ്ട് നമ്മുടെ പ്രോഗ്രാമൊക്കെ വരുന്ന സമയത്ത് ചായ കൊടുക്കാനും ചായ എടുക്കാനും ആൾക്കാർ ഇരുത്താനും ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യം. അവർക്കൊണ്ട് ആ മേഖല, ആ സ്ഥാപനത്തിലെ ഓരോ പ്രോഗ്രാം വരുമ്പോൾ ആ പ്രോഗ്രാം നടത്തിക്കാനും കണ്ടക്ട് ചെയ്യാനും അതിൻ്റെ ആ സ്ഥാനത്തേക്ക് വിടണം. അപ്പോൾ എന്താവും, അവർ അതിന് ഇഷ്ടപ്പെട്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് കാണാൻ പറ്റും. അവരെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ എന്താ പറയുക, തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പോലത്തെ അവസ്ഥയാണ് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞ കാര്യം. ഓരോ ആൾക്കാരും ഓരോ ടാലൻ്റ് ഉണ്ട്, ജന്മനായിട്ടുള്ള ടാലൻ്റ് ഉണ്ടാവും, അല്ലേ? സ്കിൽസ് ഉണ്ടാവും. അപ്പോൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അവർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ പ്രവർത്തിപ്പിച്ച് അവരെ വളർത്തിയെടുക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. നമ്മുടെ മക്കളെ എത്രമാത്രം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ബിടെക് പഠിക്കാൻ അയക്കും നമ്മൾ, ആ കുട്ടിക്ക് ബിടെക് പഠിക്കേണ്ട താല്പര്യം ഉണ്ടാവില്ല. എന്താണ് ബിടെക് പഠിച്ചാൽ നമുക്കെന്താ ഗുണം? അവർക്ക് ആ മേഖല അറിയില്ല. ആ കുട്ടിക്ക് സയൻസ് എടുത്ത് ഡോക്ടറാവാനായിരിക്കും താല്പര്യം. അങ്ങനെയാണെങ്കിൽ അവർ ആ മേഖലയിലേക്ക് വിടണം. ഇല്ലെങ്കിൽ ബാങ്കിങ് സെക്ടറിലായിരിക്കും അവർക്ക് താല്പര്യം, അതിലേക്ക് വിടണം. മാർക്കറ്റിംഗ് സെയിൽസും ചിലപ്പോൾ താല്പര്യം, അവർക്ക് പറ്റില്ല, സംസാരിക്കാൻ അറിയില്ല, കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. ആ ആൾക്കാർ വിളിച്ച് നമ്മൾ ഇതിലിട്ടാലോ, മാർക്കറ്റിംഗ് സെയിൽസ് ഇട്ടാലോ, ഒരിക്കലും അവർക്ക് ശോഭിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവരുടെ ജീവിതം നമ്മൾ നശിപ്പിക്കുന്നതിന് തുല്യമായി മാറും. അപ്പോൾ അതാത് മേഖലയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന അവർക്ക് ചോയ്സിനനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് ടാലൻ്റ്, അവർക്ക് സ്കില്ല് വികസിപ്പിക്കാൻ പറ്റുന്ന മേഖലയിൽ നമ്മൾ അവരെ എത്തിക്കുകയാണെങ്കിൽ അവർ ഒരുപാട് മേഖലയിലേക്ക് എത്തുന്നതും അവർ വിജയിക്കുന്നതും കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ കാര്യം മനസ്സിലാക്കുക, കുരങ്ങിനെ കൊണ്ട് മരങ്ങേറ്റം തന്നെ പഠിപ്പിക്കുക. വേറെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, പിന്നെ അത് ചാടി കയറിക്കും. കാരണം അതിന് ഇഷ്ടം മരത്തിൽ കയറാൻ കാര്യങ്ങൾ ചെയ്യാനാണ്. അതുപോലെ തന്നെ മീനിനെ പിടിച്ച് കരക്കെട്ട് ചത്തു, അതിനെ മരങ്ങേറ്റം പഠിപ്പിക്കാനില്ല, ചത്തു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രീതിയിൽ നോക്കിക്കണ്ട് നമ്മളുടെ സ്ഥാപനങ്ങളിലുള്ള ജോലിക്കാരെ ആ രീതിയിൽ, ഇല്ലെങ്കിൽ നമ്മളുടെ മക്കളെ അവരുടെ സ്കില്ലിനനുസരിച്ചും ടാലൻറ്റിനനുസരിച്ചും അവർക്ക് ഇഷ്ടപ്പെടുന്ന, അവർക്ക് ശോഭിക്കാൻ പറ്റുന്ന മേഖലയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവർ ഗംഭീരമായിട്ട് വിജയിക്കും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.